ഹലോ മക്കളെ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നിന്ന് വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് എപ്പോഴും ചോദിക്കുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ സമയം കളയാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് 1 മാർക്ക് നേടിയെടുക്കാം. സോ ആദ്യം തന്നെ വരുന്നത് നെയിം ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് SI യൂണിറ്റ്, അതായത് അതിന്റെ SI യൂണിറ്റും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ആണ് എഴുതാൻ വേണ്ടി പറഞ്ഞത്. നമുക്കറിയാം ഈ ലെങ്ത് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. അതുപോലെ തന്നെ മാസ് ആണെങ്കിൽ അവിടെ കിലോഗ്രാം ആണ് വരുന്നത്. ദെൻ ടൈം ആണെങ്കിൽ സെക്കൻഡ് ആണ്, അതിന്റെ സിമ്പിൾ സ്മോൾ ലെറ്റർ S ആണ് നമ്മൾ കൊടുക്കുക. ദെൻ ടെമ്പറേച്ചർ വന്നാൽ അതിനുശേഷം നമ്മൾ കെൽവിൻ ആണ് കൊടുക്കുക. K എന്ന് നമ്മൾ ക്യാപിറ്റൽ എഴുതണം, കാരണം അത് സയന്റിസ്റ്റിന്റെ പേരായതുകൊണ്ട് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടാണ് നമ്മൾ K കൊടുക്കാറുള്ളത്. ദെൻ ഇലക്ട്രിക് കറണ്ട് ആണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്, അതിന്റെ SI യൂണിറ്റ് ആംപിയർ ആണ്, നമ്മൾ ക്യാപിറ്റൽ A എന്ന് വേണം കൊടുക്കാൻ. ആഫ്റ്റർ ദാറ്റ് ഇലക്ട്രിക് കറണ്ടിന് ശേഷം ലൂമിനസ് ഇന്റൻസിറ്റി നമ്മൾ മനസ്സിലാക്കിയതാണ്, ലൈവിൽ നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. എന്താണ് ലൂമിനസ് ഇന്റൻസിറ്റിയുടെ SI യൂണിറ്റ്? കാൻഡിലയാണ് ലൂമിനസ് ഇന്റൻസിറ്റിയുടെ SI യൂണിറ്റ്. ദെൻ ലാസ്റ്റ് വൺ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അതായത് പദാർത്ഥങ്ങളുടെ അളവ്. ഇതിന് നമുക്ക് മോൾ MOLE എന്നാണ് നമ്മൾ പറയുക. സിമ്പിൾ ആയിട്ട് MOL എന്ന് നമ്മൾ സ്മോൾ ലെറ്ററിൽ കൊടുക്കുന്നു. സോ ഇത് ഡയറക്റ്റ് ആയിട്ട് 1 മാർക്കിന് ഇത്രയും എഴുതണമെന്നായിരിക്കും പല മക്കളുടെയും സംശയം. നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നിട്ട് അതിന്റെ യൂണിറ്റ് എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. മുഴുവനായിട്ട് ചോദിച്ചാൽ 1 മാർക്കിൽ കൂടുതൽ നമുക്ക് മാർക്ക് കിട്ടും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പിക്ക് ഔട്ട് ദ ഓഡ് വൺ. തന്നിരിക്കുന്നതിൽ ഓഡ് വൺ ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞത്. മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മീറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം SI യൂണിറ്റ് ആണ്. കിലോഗ്രാം എന്ന് പറയുന്നത് SI യൂണിറ്റ് ആണ്. കാൻഡില എന്ന് പറയുന്നത് SI യൂണിറ്റ് ആണ്. മൊമെന്റം എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, അത് യൂണിറ്റ് ആണോ? അല്ല. സോ ഇവിടെ മൊമെന്റം ആണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ. മാസ്, ലൂമിനസ് ഇന്റൻസിറ്റി, ചാർജ്, ടെമ്പറേച്ചർ. മക്കളെ മാസ്, ലൂമിനസ് ഇന്റൻസിറ്റി, അതുപോലെ ടെമ്പറേച്ചർ, ഈ 3 ആളുകൾ നമ്മളുടെ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചാർജ് എന്ന് പറയുന്നതാണ് നമ്മൾ ഓഡ് വൺ ആയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ. ദെൻ അടുത്തതായിട്ട് വരുന്നത് ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ. പാസ്കൽ, എർഗ്, ന്യൂട്ടൺ, ടെസ്ല. മക്കളെ ഈ പാസ്കലും ന്യൂട്ടണും ടെസ്ലയും SI യൂണിറ്റുകളാണ്. ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ SI യൂണിറ്റ് ആണ്. എന്നാൽ എർഗ് എന്ന് പറയുന്നത് CGS യൂണിറ്റ് ആണ്. SI യൂണിറ്റ് ആണോ? അല്ല, CGS യൂണിറ്റ് ആണ്. ഓക്കെ. ദെൻ അടുത്തത് 1 ആങ്സ്ട്രോം is equal to dash meter. ഒരു ആങ്സ്ട്രോം എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണെന്നാണ് ചോദിച്ചത്. മക്കളെ മനസ്സിലാക്കണം, ഒരു ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ 10⁻⁻10 മീറ്റർ ആണ്. ഒരു ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ 10⁻⁻10 മീറ്റർ ആണ്. ദെൻ അടുത്തതായിട്ട് വരുന്നത് ഒരു ഫെർമി എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? ഒരു ഫെർമി എന്ന് പറഞ്ഞാൽ 10⁻⁻15 മീറ്റർ ആണ്. ഒരു ഫെർമി എന്ന് പറഞ്ഞാൽ 10⁻⁻15 മീറ്റർ ആണ്. ദെൻ അടുത്തതായിട്ട് നമ്മൾ വരുന്നത് ഒരു ഫെംറ്റോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? എടാ, ഒരു ഫെംറ്റോമീറ്റർ എന്ന് പറഞ്ഞാലും അത് 10⁻⁻15 മീറ്റർ ആണ്. മനസ്സിലാക്കി വെക്കണം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. രണ്ടും 10⁻⁻15 എന്ന രീതിയിലാണ് മീറ്റർ ചോദിച്ചത്. യൂണിറ്റോട് കൂടി ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത്. ദെൻ അടുത്തതായിട്ട് വരുന്നത് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? ഒരു AU എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? സോ നമ്മൾ പറയും 1.496 into 10⁻11 മീറ്റർ. 1.496 into 10⁻11 മീറ്റർ ആണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. ദെൻ അടുത്തതാണ് വിച്ച് ഈസ് ദി ലാർജസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ലെങ്ത്. ലെങ്ത്തിന്റെ ഏറ്റവും പ്രാക്ടിക്കൽ യൂണിറ്റ് ആയിട്ട്, വലിയ പ്രാക്ടിക്കൽ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് പാർസെക് ആണ്. എന്താണ് നമ്മൾ പറയുക? പാർസെക്. ഓക്കെ, പാർസെക് മാറിപ്പോവാൻ പാടില്ല. ലെങ്ത്തിന്റെ ഏറ്റവും വലിയ പ്രാക്ടിക്കൽ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് പാർസെക് എന്ന് പറയുന്ന പ്രാക്ടിക്കൽ യൂണിറ്റിനെയാണ്. റെഡി ആണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ നമുക്ക് നോക്കാം. ലൈറ്റ് ഇയർ ഈസ് ദ യൂണിറ്റ് ഓഫ്. ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ആരുടെ യൂണിറ്റ് ആണ്? ടൈമിന്റെ ആണോ? ലെങ്ത്തിന്റെ ആണോ? ഇയറിന്റെ ആണോ? വെലോസിറ്റി ആണോ? മക്കൾ എപ്പോഴും മനസ്സിലാക്കണം, ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. ലെങ്ത്തിന്റെ പ്രാക്ടിക്കൽ യൂണിറ്റ് ആണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അടുത്തതാണ് ദ പവേഴ്സ് ടു വിച്ച് fundamental quantity must be raised to get a physical quantity are called. Fundamental quantity raised to get a physical quantity എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവിടെ നമ്മുടെ ഡയമെൻഷനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഡാഷിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്? ഡയമെൻഷൻ എന്നാണ് എഴുതേണ്ടത്. ഡയമെൻഷൻ. ഓക്കെ, ഡയമെൻഷൻ എന്ന് കൊടുക്കാം. അടുത്തത് ഓൾ കോൺസ്റ്റന്റ്സ് ആർ ഡയമെൻഷൻലെസ്. ഡു യു അഗ്രി ദ സ്റ്റേറ്റ്മെന്റ്? എല്ലാ കോൺസ്റ്റന്റുകളും ഡയമെൻഷൻലെസ് ആണോ? മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളുടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻലെസ് അല്ല. അയാൾക്ക് എന്തുണ്ട്? ഡയമെൻഷൻ ഉണ്ട്. സോ ഒന്നാമതായിട്ട് നമ്മൾ പറയും ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും സ്പ്രിംഗ് കോൺസ്റ്റന്റ്.
ഇവർക്കെല്ലാം എന്ത് വരുന്നുണ്ട്? ഡയമെൻഷൻ വരുന്നുണ്ട്. സോ ഇത് വളരെ കൃത്യമായിട്ട് മക്കൾ മനസ്സിലാക്കി വെക്കണം. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റും അതുപോലെ തന്നെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് പോലുള്ള ആളുകൾക്ക് എന്ത് വരുന്നുണ്ട്? ഡയമെൻഷൻ വരുന്നുണ്ട്. ദെൻ അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കും വാട്ട് ആർ ദി യൂസസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. ഡയമെൻഷണൽ അനാലിസിസിന്റെ യൂസസ് എന്തൊക്കെയാണ് മക്കളെ? ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാൻ നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ടു ഡിറൈവ് എ റിലേഷൻ കണക്ടിംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതായത് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നമുക്ക് ആരെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും? ഈ ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അടുത്തത് ടു കൺവേർട്ട് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫ്രം വൺ സിസ്റ്റം ടു അതർ. ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കൺവേർട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഗിവ് എ എക്സാമ്പിൾ. ഗിവ് എക്സാമ്പിൾ ഫോർ ഫോളോയിങ്. നമുക്ക് തന്നിരിക്കുന്ന 3 ചോദ്യങ്ങളുണ്ട്. ആ 3 ചോദ്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? എക്സാമ്പിളുകൾ എഴുതി കൊടുക്കണം. എ ഡയമെൻഷൻലെസ് യൂണിറ്റ്ലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അതിന് ഡയമെൻഷൻ ഇല്ല, യൂണിറ്റും ഇല്ല. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരാളാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു n2 ബൈ n1 എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അതിൽ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് എന്ത് വരുന്നില്ല? നമ്മുടെ യൂണിറ്റും വരുന്നില്ല, ഡയമെൻഷനും വരുന്നില്ല. അടുത്തത് എ ഡയമെൻഷൻലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ബട്ട് ഹാവിംഗ് യൂണിറ്റ് ഇൻ SI സിസ്റ്റം. അതായത് ഡയമെൻഷൻ ഇല്ല, പക്ഷെ എന്തുണ്ട്? SI സിസ്റ്റത്തിൽ യൂണിറ്റ് ഉണ്ട്. നമുക്കറിയാം സോളിഡ് ആംഗിളും പ്ലെയിൻ ആംഗിളും. സോളിഡ് ആംഗിൾ, സോളിഡ് ആൻഡ് പ്ലെയിൻ ആംഗിൾ, പ്ലെയിൻ ആംഗിൾ. അടുത്തത് ടു ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഹാവ് സെയിം ഡയമെൻഷൻ. ഒരേ ഡയമെൻഷൻ ഉള്ള 2 ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ആരെ പറയാം? വർക്ക് ആൻഡ് എനർജി. വർക്ക് ആൻഡ് എനർജി. അതുപോലെ തന്നെ ആരാണ്? ഇമ്പൾസ് ആൻഡ് മൊമെന്റം. സോ ഇവർക്കെല്ലാം ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആളാണ്. റെഡി? അടുത്തെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. ഒരുപാട് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്ന് പറയുന്നത്? ഒരു ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഉപയോഗിക്കുന്നത്. സോ ആൻ ഇക്വേഷൻ റെപ്രസെന്റിംഗ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിൽ ബി കറക്റ്റ് ഇഫ് ദി ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേം ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി ഇക്വേഷൻ വർ സെയിം. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് അതേപോലെ നിങ്ങൾ എഴുതി കൊടുത്താൽ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ദെൻ അടുത്തതാണ് ടെമ്പറേച്ചർ cannot be added to acceleration. അതായത് ടെമ്പറേച്ചർ പ്ലസ് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റില്ല. ഇത് ഏത് റൂളിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഏത് റൂൾ പ്രകാരമാണ് നമ്മൾ ഇത് പറയുന്നത്? നമുക്കറിയാം ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പ്രകാരമാണ് ഇങ്ങനെ എഴുതാൻ പറ്റില്ല എന്ന് നമ്മൾ പറയാനുള്ള കാരണം. ദെൻ അടുത്തത് ഫൈൻഡ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ ഇൻ ദ ഫോളോയിങ് നമ്പേഴ്സ്. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും 0.0 ഇത് സിഗ്നിഫിക്കന്റ് ആണോ? അല്ല. സോ 2870 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് വരുന്നത്. അടുത്തത് 35600 അവസാനത്തെ 0 എന്തല്ല? സിഗ്നിഫിക്കന്റ് അല്ല. സോ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് ഇതിന് വരുന്നത്. ദെൻ അടുത്തത് 3 4 5 6 7 8 9 നമുക്ക് ഇതിൽ എല്ലാ നമ്പേഴ്സും സിഗ്നിഫിക്കന്റ് ആ. കാരണം എന്താ? നോൺ സീറോ വാല്യൂസ് ആണ്. സോ 1 2 3 4 5 6 7 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് വരുന്നത്. അടുത്തത് 4 × 10⁻14 എന്ന് പറയും. നമ്മൾ ഈ 10⁻14 നോക്കണോ? വേണ്ട, 4 ആണ്. സോ ഒരു SF ആണ് വരുന്നത്. ആൻഡ് ഫൈനൽ ആയിട്ട് നമുക്ക് 3 × 10⁻10 ആണ്. അതിന്റെ ആൻസർ എന്ത് ചെയ്യുക മക്കള്? ഇതിന്റെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. സോ വീണ്ടും കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഒരു കോണ്ടന്റിൽ നമുക്ക് കാണാം. സോ ടിൽ ദെൻ ബൈ ബൈ.